കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ സോഷ്യൽ ഫോറസ്റ്ററി ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബിനുള്ള അംഗീകാര സർട്ടിഫിക്കറ്റ് കൈമാറി. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ സോഷ്യൽ ഫോറസ്ട്രി ക്ലബിന് തുടക്കമായി. സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് പെരുമ്പാവൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലക്ഷ്മി എ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ കീഴിലുള്ള പെരുമ്പാവൂർ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മാർ ഏലിയാസ് കോളേജ് കോട്ടപ്പടിയിൽ നമ്മളിന്ന് ഫോറസ്ട്രി ക്ലബ്ബ് രൂപീകരണം സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ ഫോറസ്ട്രി ക്ലബിന്റെ രൂപീകരണത്തോടനുബന്ധിച്ച് ഏലിയാസ് കോളേജിൽ വിവിധ തരം പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനും വന പരിസ്ഥിതി ദിനങ്ങളുമായി ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ വിദ്യാർത്ഥികൾക്കും കോളേജിനും എല്ലാവിധ പുരോഗതിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവിക്കും ഉതകുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു. മാനേജർ സുനിൽ ജോസഫ് ആമുഖ പ്രസംഗം നടത്തി. ബോർഡ് ഓഫ് മാനേജ്മെന്റ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ സന്ദേശം നൽകി. ചടങ്ങിൽ ക്ലബിനുള്ള അംഗീകാര സർട്ടിഫിക്കറ്റ് കൈമാറി. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിൽഷാദ് എം, വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ്, IQAC കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീകല സി, ഫാക്കൽറ്റി കോർഡിനേറ്റർ രേഖ മരിയ ബിജു എന്നിവർ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണം, ജൈവ വൈവിധ്യ സംരക്ഷണം, വൃക്ഷവൽക്കരണം എന്നിവയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനും ക്യാമ്പസിനകത്തും സമൂഹത്തിലും ഹരിത പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. പ്രകൃതിയോടുള്ള ഉത്തരവാദിത്ത ബോധം വളർത്തി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ സജീവമായി പങ്കെടുപ്പിക്കുക എന്നതാണ് പ്രധാന ഉദ്ദേശമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഇന്ന് ഫോറസ്ട്രി ക്ലബിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനവും പരിപാടിയുമാണ് നടത്തപ്പെട്ടത്. ഈ സംസ്ഥാനത്തെ തന്നെ വന്യജീവി സംഘർഷം രൂക്ഷമായിട്ടുള്ള ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നായിട്ടുള്ള കോതമംഗലം വിശിഷ്യ ഈ കോട്ടപ്പടി എന്ന ഗ്രാമത്തിലാണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ഫോറസ്ട്രി ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ വന്യജീവി സംഘർഷ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സഹായകരം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള സ്റ്റാഫ് അടക്കമുള്ള ആളുകൾ ആ മേഖലയിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ വനം വകുപ്പിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ ഈ ഫോറസ്ട്രി ക്ലബിൻ്റെ പ്രവർത്തനത്തിലൂടെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫോറസ്ട്രി ക്ലബിന് അതിന് കഴിയുമെന്ന് തന്നെയാണ് വനം വകുപ്പിൻ്റെയും പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.